5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രോഗവിവര കണക്കുകൾ പുറത്തുവിട്ട ആരോഗ്യവകുപ്പ് 5 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 493 പേർക്ക് ഡെങ്കിപ്പനിയും 158 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 1.5 ലക്ഷം പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. പകർച്ചവ്യാധി വ്യാപനം അതിരൂക്ഷമാണ്. 5 ദിവസത്തെ കണക്ക് പുറത്തു വരുമ്പോൾ 55,830 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഇന്നലെ മാത്രം 11,438 പേർ. 5 ദിവസത്തെ കണക്കനുസരിച്ച് ഡെങ്കി സംശയിക്കുന്നത് 1,693 പേർക്ക്, സ്ഥിരീകരിച്ചത് 493 പേർക്ക്. 2 ഡെങ്കി മരണവും സംശയിക്കുന്നു. 69 പേർക്ക് എലിപ്പനി, 3 മരണം. 64 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയും 21 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും സ്ഥിരീകരിച്ചു. 6 വെസ്റ്റ് നൈൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്ന രോഗകണക്കുകൾ ജൂലൈ 1-നായിരുന്നു ആരോഗ്യവകുപ്പ് നിർത്തിവെച്ചത്. കണക്ക് പുറത്തുവിടാത്തതിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും സർക്കാർ നൽകിയിരുന്നില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സർക്കാരിനുണ്ടായ വീഴ്ചയാണ് പകർച്ചപ്പനി ഗുരുതരമാകാൻ കാരണം. ക്രമാതീതമായി രോഗികളുടെ എണ്ണം ഉയരുന്നത് നിയമസഭയിലടക്കം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കുത്തനെ ഉയരുന്ന പനിക്കണക്ക് സൂചിപ്പിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത വേണമെന്നതാണ്. ജനം, തിരുവനന്തപുരം.